ഹായ് ഓൾ നമ്മൾ നോക്കുന്നത് പെർസെൻറ്റേജ് ആണ്. നമ്മൾ എൽ സി എം എച്ച് സി എഫ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരു മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ഇതൊരു 3 പാർട്ടായിട്ടായിരിക്കും പെർസെൻറ്റേജിൻ്റെ വീഡിയോ. അതിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിനോമിനേറ്റർ അല്ലേ? ഡിനോമിനേറ്റർ 1/100. ഡിനോമിനേറ്ററിൽ 100 വരുന്ന ആ, ഒരു രൂപമാണ് അല്ലേ? ഡിനോമിനേറ്ററിൽ 100 വരുന്ന ഒരു രൂപത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പയർ ചെയ്യാനായിട്ട്. രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നത് പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ രണ്ട് പിള്ളേരുടെ മാർക്ക് പറയുവാണ്, അല്ലെങ്കിൽ രണ്ട് പിള്ളേരുടെ മാർക്ക് പറയാൻ നേരത്ത് 50, ഒരാൾക്ക് 50% മാർക്ക് കിട്ടി, ഒരാൾക്ക് 60% മാർക്ക് കിട്ടി എന്നൊക്കെ നമ്മൾ പറയില്ല. അങ്ങനെ കമ്പാരിസണിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ പെർസെൻറ്റേജ് അല്ലേ? നമ്മൾ പെർസെൻറ്റേജ് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ച എത്ര ശതമാനം വോട്ട് നേടി ജയിച്ചു, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് നമ്മൾ ഈ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് പറയുന്നത്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം അല്ലെ? അംശം ചെയ്തെന്നല്ല പറഞ്ഞത്. ഡിനോമിനേറ്ററിൽ 100 വെച്ച് എഴുതുന്നതിനാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു ഒരു സംഭവമാണ് ഈ പെർസെൻറ്റേജ്. അതായത് മാത്സ് പഠിക്കാത്ത ആൾക്കാർ പോലും ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് എന്ത്? പെർസെൻറ്റേജ്. ഓക്കെ, അപ്പം അത് കാരണം നമുക്ക് എല്ലാ എക്സാമുകൾക്കും, ഇപ്പോൾ പി എസ് സി, യു പി എസ് സി അങ്ങനെയുള്ള എല്ലാ എക്സാമുകൾക്കും ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പെർസെൻറ്റേജിൽ. അതായത് ഒരു LDC ലെവൽ എക്സാം വരെ ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നമ്മളിന്ന് പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് പഠിക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് പെർസെൻറ്റേജുകളുടെ വാല്യൂസ് എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളോടൊരു 50% എന്ന് നിങ്ങളോട് പറയുകയാണ്. എന്താണ് 50%? എത്രയാണ് 50% എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സാധനത്തിന് 50% കാണാൻ പറഞ്ഞ് എന്നാ ചെയ്താൽ മതി? ഇപ്പോൾ എക്സിൻ്റെ 50% കാണാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് ഇൻറ്റു 1/2 എന്ന് ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ നിങ്ങൾ 50% എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഓർത്ത് വയ്ക്കുക? 1/2 എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ എക്സിൻ്റെ 50% പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ 1/2 എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നിങ്ങളോട് 33 1/3% അല്ലെ? 33ഉം 1/3യും. അപ്പൊ 33 1/3% എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്താൽ മതി? 1/3 എടുത്താൽ മതി. ഒരു നമ്പറിന്റെ 33 1/3 ചെയ്യാൻ പറഞ്ഞാൽ ആ നമ്പർ ഇൻറ്റു എക്സിന്റെ ആണെങ്കിൽ എക്സ് ഇൻറ്റു 1/3 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പൊ 33 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 ആണ്. പൂർണ്ണം പഠിച്ചോ? 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. 33 1/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4. അപ്പോൾ ഒരു നമ്പറിന്റെ 25% കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 1/4 ചെയ്താൽ മതി. ആ നമ്പറെ ബൈ 4 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 25% ആയിരിക്കും. ഓക്കെ ആണ്. ഇപ്പൊ 50% എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2. 33 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/3. 25% എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4. ഇനി 20% എന്ന് പറഞ്ഞാൽ 1/5. ഓക്കെ, 20%. അപ്പോൾ ഒരു നമ്പറിന്റെ 20% കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്താൽ മതി? ആ നമ്പർ ഇൻറ്റു 1/5 അല്ലെങ്കിൽ ആ നമ്പർ ബൈ 5 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 20% കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 50% 1/2 ആണ്. 33 1/3 പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1/3 ആണ്. 25 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഇനി അടുത്ത 16 2/3% എന്ന് പറയുന്നതാണ് 1/6. ഓക്കെ, 16 2/3 ഇത് ഇവിടെ വരെ ഉണ്ട് കേട്ടോ. 1/2 1/3 1/4 1/5 1/6 1/7 1/8 1/9 1/10 1/11 1/12 ഇവിടം വരെ നമുക്ക് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ഇതൊക്കെ എടുക്കുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കുക. അത് കാരണമാണ്. ഓക്കെ, അപ്പൊ 16 2/3 എന്ന് പറഞ്ഞാൽ 1/6 ആണ്. 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5 ആണ്. 16 2/3 എന്ന് പറഞ്ഞാൽ 1/6 ആണ്. നിങ്ങൾ കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട. പഠിക്കാൻ പറ്റുന്നവർ മാത്രം പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിട്ടേരെ. ഓക്കെ, ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് നമ്മുടെ PSCയിൽ. ചെറിയ ചെറിയ LDC പോലുള്ള പരീക്ഷകൾക്ക് ഈ പെർസെൻറ്റേജിന് ഇത്ര പെർസെൻറ്റേജ് എത്രയാണ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 14 2/7 എന്ന് പറഞ്ഞാൽ 1/7 ആണ്. 12 1/2 എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 11 1/9 എന്ന് പറഞ്ഞാൽ 1/9 ആണ്. 10% എന്ന് പറയുന്നതാണ് 1/10. ഓക്കെ, 9 1/11 എന്ന് പറഞ്ഞാൽ 1/11 ആണ്. 8 1/3% എന്ന് പറഞ്ഞാൽ 1/12 ആണ്. 75% എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് പഠിക്കുക, എഴുതി പഠിക്കുക. ഇല്ലെങ്കിൽ വിട്ടേര്. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ഇത് കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഒക്കെ ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ അത് ഇത്രയും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ട്രിക്ക് ഒക്കെ വെച്ചിട്ട് കാരണം നോക്കിയാൽ 50% നിങ്ങൾക്ക് അറിയാം, 1/2 ആണെന്നറിയാം. 20% 1/5 ആണെന്നറിയാം. 100 1/4 25 1/4 ആണെന്നറിയാം. അതുപോലെ തന്നെ 10% എന്ന് പറഞ്ഞാൽ 1/10 ആണെന്നറിയാം. ഡിവൈഡ് ബൈ ഇപ്പൊ 50% 1/10 എങ്ങനെ കിട്ടിയ? 50% 1/2 കിട്ടുന്നത് 50/100 ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്നത്. അതായത്
ഞാൻ പറഞ്ഞു നിങ്ങളോട് ഓൾറെഡി, അതായത് ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ 100 വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെ ശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ 50% എന്ന് പറഞ്ഞാൽ 50/100 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ 50 ഇത് വെട്ടിയിട്ട് 1/2 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അല്ലെ 25/100 ചെയ്താൽ 25 × 4 അല്ലേ 100, അപ്പോൾ 1/4 എന്ന് നിങ്ങൾക്ക് കിട്ടും. ആ ആൻസർ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അവിടെ ചെയ്യാൻ പോകണ്ട, അത് കാരണമാണ്. ഓക്കെ, അപ്പോൾ അതാ ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചുതരാം. അപ്പൊ അതാ 25 ആണെങ്കിൽ 20/100 ആണ്. 20/100 എന്ന് പറഞ്ഞാൽ 20 × 5 അല്ല 100, അപ്പൊ 1/5 നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കിട്ടുന്ന ഒരു ആൻസർ ആണ്. അപ്പൊ ഇതിൽ ഞാൻ ഇതാ 11 1/9 എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 11 1/9 എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ? 11 1/9 എന്ന് പറഞ്ഞാൽ എന്താ? 11 × 9 + 1/9 അല്ലേ? ഇതെങ്ങനെയല്ലേ ചെയ്യുന്നത്? 11 ഈ 11ഉം ഈ 9ഉം ഈ 11 മൾട്ടിപ്ലൈ ചെയ്ത് അതാണ് മേളിൽ 11 × 9 + 1/9. അപ്പൊ എത്ര വരും? 99 + 1 99 + 1 അല്ലേ /9 അല്ലേ? 99 + 1 എത്രയാ? 100/9. ഇത് നമ്മൾ 100 വെച്ച് ഡിവൈഡ് ചെയ്യല്ലേ? അതാ ഈ 100 വെട്ടിപ്പോയി നമുക്ക് എന്ത് കിട്ടി? 1/9 കിട്ടി. അതാണ് ഈ 1/9 ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊരു മിനിറ്റ് നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് കാരണം നിങ്ങൾ ഇതിനൊന്നും കൺഫ്യൂഷൻ ആവണ്ട. ഇത് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതാ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 4900-ന്റെ 10% എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. 4900-ന്റെ 10% എത്ര? നമ്മൾ പറഞ്ഞു ശതമാനം കണ്ടുപിടിക്കാൻ എന്താണ്? 100 വെച്ച് ഡിവൈഡ് ചെയ്താലാണല്ലേ 100ന്റെ ഡിനോമിനേറ്ററിൽ 100 വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ശതമാനം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ 4900-ന്റെ 10% എന്ന് പറഞ്ഞാൽ 4900 × 10% എന്ന് പറഞ്ഞാൽ 10/100 അല്ലേ? 10/100 അല്ലെങ്കിൽ 1/10 ആണല്ലേ 10. 10/100 ഒരു പൂജ്യം ഇവിടെ പോയി, ഒരു പൂജ്യം പോയി. അപ്പൊ എത്ര കിട്ടി നിങ്ങൾക്ക്? 490 ആൻസർ കിട്ടി. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. സിമ്പിൾ ആണ്. അപ്പൊ 10% എന്ന് പറഞ്ഞാൽ എന്താണ്? 10% എന്ന് പറഞ്ഞാൽ 10/100 അല്ലെ? 5% എന്ന് പറഞ്ഞാൽ 5/100. X% എന്നാണെങ്കിൽ എന്തായിരിക്കും? X/100. ഓക്കെ, അപ്പൊ 4900-ന്റെ 10% കാണാൻ എന്ത് ചെയ്താൽ മതി? 4900 × 10/100 ചെയ്താൽ മതി. സിമ്പിൾ. 4900 × 10/100 ചെയ്താലും നിങ്ങൾക്ക് 490 ആൻസർ കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4200 അല്ലെ? 42,000-ന്റെ 16 2/3 എത്ര ശതമാനം അല്ലേ? ഇപ്പൊ 42,000 × 16 2/3/100 അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഈ 16 2/3 എത്രയാണെന്ന് അറിയാം. 16 2/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് 16 2/3. 16 2/3 എന്ന് പറഞ്ഞാൽ 1/6 അല്ലേ? 16 2/3 എന്ന് പറഞ്ഞാൽ 16 2/3 എന്ന് പറഞ്ഞാൽ നമ്മൾ 1/6 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4200 അല്ല 46,000 × 1/6 അല്ലേ? ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര കിട്ടും? 7,642. ഓക്കെ, 7,642. അപ്പൊ 7,000 കിട്ടും. നമ്മുടെ ആൻസർ എത്രയാണ്? 7,000 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പൊ 16 2/3 എന്തിനാ പഠിച്ചു വെച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 16 2/3 എന്ന് പറഞ്ഞാൽ 1/6 എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് കാരണം നേരെ നമുക്കതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് മൾട്ടിപ്പിൾ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. /100 ഒക്കെ ഇട്ടിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അതിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ ഈ 16 2/3 എന്ന് പറഞ്ഞാൽ ആ 5-8 പഠിക്കുന്നുള്ളൂ. നിങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ടല്ലോ. അതിലൂടെ ഒരു 5-6 പഠിച്ചു വെച്ചേക്കാം. 16 2/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്, 1/6 ആണ്. അത് വെച്ചിട്ടങ്ങ് ചെയ്തേക്കാം. ഓക്കെ, അടുത്തത് 3600-ന്റെ ഏതാണ് ക്വസ്റ്റ്യൻ? 3600-ന്റെ 11 1/9 എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3600-ന്റെ 11 1/9. 11 1/9 എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ പഠിച്ചിരിക്കുന്നത്? 1/9 എന്നല്ലേ പഠിച്ചിരുന്നത്? 11 1/9 എന്ന് പറഞ്ഞാൽ 1/9 എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ 3600 × 1/9 ചെയ്യുക. 3600 × 1/9 9 4 36 അല്ലേ? അപ്പൊ 400 കിട്ടും ആൻസർ. കണ്ടോ? 400. ഇത് പെട്ടെന്ന് കിട്ടിയെന്ന് നോക്കിയേ. അല്ലെങ്കിൽ നിങ്ങൾ 11 1/9 എന്താക്കി മാറ്റണം? കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് വേണം ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ചെയ്യാൻ. അതിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ 11 1/9 എന്ന് പറഞ്ഞാൽ എന്ത് പഠിച്ചു വെച്ചേക്കാം? 1/9 എന്ന് പഠിച്ചു വെച്ചേക്കാം. 3600 × 1/9 ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. എത്രയാണത്? 400. ഓക്കെ, കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ,
ഇതാ അടുത്തത് അതുപോലെ തന്നെ അതൊന്നുമില്ല, 2-3 ദിവസമേ ഉള്ളൂ ഇതുപോലത്തെ. 14,400 അല്ലേ, 14,400ന്റെ 8/1/3. 8/1/3 എത്രയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്? 8/1/3 എന്ന് പറഞ്ഞാല് 1/12 എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. 8/1/3 എന്ന് പറഞ്ഞാൽ 1/12 ആണ്. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്താൽ മതി? 14,400 ഇൻറ്റു 1/12 ചെയ്യാം. ഓക്കെ, 14,400 ഇൻറ്റു 1/12 ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ 8/1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്? 1/12 എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. 8/1/3 എന്ന് വെച്ചാൽ 1/12 എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചിരിക്കുന്ന കാരണം നമുക്ക് ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? അതായത് 1/12 വിട്ടിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പൊ 14,400 ഇൻറ്റു 1/12 അല്ലേ? നമുക്ക് എത്ര വെച്ചാൽ കട്ട് ചെയ്യുന്നതിനെ 2 വെച്ച് കട്ട് ചെയ്ത് ഇവിടെ 6 വരും. ഇവിടെ ഏതാണ്? 7,200 അല്ലേ? 7,200/6 അല്ലേ? ഇനി നമുക്ക് വേണേൽ 2 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 വരും. ഇവിടെ എത്ര വരും? 3, 6, 6, 12, 3,600. ഇനി 3 വെച്ച് കട്ട് ചെയ്താൽ 1,200. ഓക്കെ, നമ്മുടെ ആൻസർ എത്രയാണ്? 1,200 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി 1,200. കിട്ടിയോ? ചെയ്യേണ്ട എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ 8/1/3 എന്ന് പറഞ്ഞാൽ 1/12 എന്ന് നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്ക്. 8/1/3 എന്ന് പറഞ്ഞാൽ 1/12 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യയുടെ 8/1/3% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിനെ എന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? 1/12 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. കഴിഞ്ഞു പരിപാടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്താ അടുത്തത്? 8,000ന്റെ 12/1/12. ഓക്കെ, ഇപ്പൊ 12/1/12 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ് പഠിച്ചു വെച്ചേക്കുന്നത്? 12/1/12 എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 12/1/12 എന്ന് പറഞ്ഞാൽ 1/8. 12/1/12 1/8. അപ്പൊ 8,000 1/8 കണ്ടുപിടിച്ചാൽ പോരെ? 8,000 ഇൻറ്റു 1/8. എത്ര പെട്ടെന്ന് ആൻസർ കിട്ടിയേ? 1000 അല്ലേ? ഓപ്ഷൻ എ ആൻസർ ആണ്. 1000 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ 8,000 1/12 അല്ലേ? സോറി, 12/1/2. 12/1/2 എന്ന് പറഞ്ഞാൽ 1/8 എന്നാണ് നമ്മുടെ ആൻസർ. അപ്പൊ തന്നിരിക്കുന്ന സംഖ്യേനെ എന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? 1/8 വെച്ചും മൾട്ടിപ്ലൈ ചെയ്തേക്കാം, നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി അപ്പൊ ആ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആ സെറ്റ് ആ കിടക്കുന്ന ആ 10 എണ്ണം പഠിച്ചിട്ടുണ്ടല്ലേ? 1/2, 1/3 എന്നൊക്കെ പറഞ്ഞിട്ട് ആ മൊത്തം അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അത്രയും നമ്പറുകൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വെറുതെ കുറച്ച് നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വേറെ ഒന്നും നോക്കണ്ട. അത്രയും അത് ഇത് ചോദിക്കാം. അങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലേ? ഇത് നമ്മൾ ചെയ്തല്ലേ 8,000. ഇനി അടുത്തൊരു പാറ്റേൺ ആണ്. നമ്മൾ ടൈപ്പ് 2 ആയി. ഓക്കെ, ഇപ്പൊ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ 7/10. ഇപ്പൊ 7/10ന്റെ ശതമാന രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 7/10ന്റെ ശതമാന രൂപം. ഓക്കെ, 7/10ന്റെ ശതമാന രൂപം എത്ര? അപ്പൊ നിങ്ങളോട് ശതമാന രൂപം എഴുതാൻ പറഞ്ഞാൽ, ഇതുപോലത്തെ ഒരു നമ്പറിന്റെ ശതമാന രൂപം എഴുതാൻ പറഞ്ഞാൽ അതിന് ഇൻറ്റു 100 അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ അതായത് ഒരു ഫ്രാക്ഷന്റെ ശതമാന രൂപം എഴുതാൻ പറഞ്ഞാൽ ഇൻറ്റു 100 ചെയ്താൽ പണി കഴിഞ്ഞു. അപ്പൊ 7/10ന്റെ ശതമാന രൂപം എന്ന് പറഞ്ഞാൽ എത്രയാ? 7/10 ഇൻറ്റു 100. ഒരു പൂജ്യം പേർ. ഇപ്പൊ എത്ര കിട്ടി? 70%. കണ്ടോ? 70%. സോറി, ഓപ്ഷൻ ഡി 70% അല്ലേ? ഇപ്പൊ 70% എന്ന് കിട്ടി. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇതുപോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. 7/10ന്റെ ശതമാന രൂപം. ഏത് സാധനത്തിന്റെ ശതമാന രൂപം എന്ന് പറഞ്ഞാൽ ഏത് സാധനത്തിന്റെ അല്ല, ഇതുപോലത്തെ ഫ്രാക്ഷന്റെ ഒക്കെ ശതമാന രൂപം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 7/10 അല്ലെങ്കിൽ എക്സ് ആണ് നിങ്ങളുടെ X/Y ആണ്. ഇതിന്റെ ശതമാന രൂപം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ 7/10ന്റെ ശതമാന രൂപം കണ്ടുപിടിക്കാൻ 7/10 ഇൻറ്റു 100. 0 വെട്ടി എത്ര കിട്ടിയ ആൻസർ? 70%. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 3/5ന്റെ ശതമാന രൂപം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 3/5ന്റെ ശതമാന രൂപം എങ്ങനെ കണ്ടുപിടിക്കാം? 3/5 ഇൻറ്റു 100 അല്ലേ? 3/5 100. 100 5 പ്രാവശ്യം വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 അല്ലേ? 20 5 100 അല്ലേ? അപ്പൊ 20 ഇൻറ്റു 3 60%. നമ്മുടെ ആൻസർ എത്ര കിട്ടി? ഓപ്ഷൻ ബി 60% കിട്ടി. 60%. ഓപ്ഷൻ ബി ആണ് 60%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 2/25ന്റെ ശതമാന രൂപം. 2/25ന്റെ ശതമാന രൂപം. 2/25ന്റെ നമ്മൾ എന്നാ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? 2/25 ഇൻറ്റു 100. 25 4 അല്ലേ 100? 25 4 100 ആണ്. അപ്പൊ എത്ര വരും? 4 ഇൻറ്റു 2 8% കിട്ടും കേട്ടോ. ഓപ്ഷൻ ഇല്ലേ നോക്കിയേ? സി, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 8%. മനസ്സിലായില്ലേ? ശതമാന രൂപം കണ്ടുപിടിക്കാനായിട്ട് ഒരു നമ്പറിന്റെ ശതമാന രൂപം കണ്ടുപിടിക്കാനാണെങ്കിൽ ഇൻറ്റു 100 അങ്ങോട്ട് ചെയ്തേക്കുക. ഓക്കെ, ഫ്രാക്ഷൻ ആണെങ്കിൽ. അടുത്തത് ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു നമ്പർ 4/1/5ന്റെ ശതമാന രൂപം. അപ്പൊ ഇതിനെയും ഇൻറ്റു 100 ചെയ്താൽ മതി. പക്ഷെ 4/1/5നെ നമ്മൾ അതിനെ ഒറിജിനൽ രൂപത്തിലേക്ക് മാറ്റുക അല്ലേ? 4/1/5 എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇവിടെ പ്ലസ് ചെയ്യുക. അപ്പൊ 4 ഇൻറ്റു 5 അല്ലേ? മനസ്സിലായില്ലേ? 4 ഇൻറ്റു 5 + 1/5 അല്ലേ? എത്ര വരും?
20 + 1/5 21/5 തൊട്ട് 21/5 21/5 നമ്മുടെ ഇത് 21/5 എന്ത് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക അല്ലേ. 21/5 ഇൻറ്റു 100 5 100 5ഉം 100 വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 25 100. ഓക്കെ, അപ്പൊ 21 × 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 420 അല്ലേ. 420 ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ. ഓക്കെ, നോക്കേ. ഓപ്ഷൻ എ ആണ് ആൻസർ, 420. ഓക്കെ, 420. ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിനെ നമ്മൾ 4 1/5 എന്നാണ് ശതമാന രൂപം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്നെ ഇൻറ്റു 100 ചെയ്യാനാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ 4/5 ഇൻറ്റു 4 1/5 ഇൻറ്റു 100. 4 1/5 എന്ന് പറഞ്ഞാൽ 4 × 5 + 1/5 ഇൻറ്റു 100. അപ്പോൾ 20 + 1/5 21/5 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് 420 എന്ന ആൻസർ കിട്ടും. 420 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 2.5ന്റെ ശതമാനം. സെയിം 2.5ന്റെ ശതമാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2.5 ഇൻറ്റു 100. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 225 250. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇൻറ്റു 100 ചെയ്താൽ മതി. ഇൻറ്റു 100 അപ്പൊ 250. 2.5 ഇൻറ്റു 100 250% കിട്ടും. 2.5ന്റെ ശതമാന രൂപം 250%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 3.25ന്റെ ശതമാനം. 3.25 ഇൻറ്റു 100 അല്ലേ. എത്ര ഒരു 3250% അല്ലേ. 3250 ഓപ്ഷൻ 3250 അല്ലല്ലോ, 325. സോറി, 325%. 3.25 ഇൻറ്റു 100 325 ഓപ്ഷൻ. ഓപ്ഷൻ എത്ര, ഏതാണ് ആൻസർ? 3.25 ഇൻറ്റു 100 എത്ര കിട്ടി? 325 325%. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 0.0157. അതിനെന്ത് ചെയ്താൽ മതി? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 100 വെച്ച് മൾട്ടിപ്ലൈ 2 പോയിന്റ് മാറി അല്ലേ. 2 പോയിന്റ് ഇങ്ങോട്ട് മാറും അല്ലേ. അപ്പൊ 1% എന്ന് കിട്ടും. ഓപ്ഷൻ ഡി അല്ലേ. 100 വെച്ച് മൾട്ടിപ്ലൈ നേരത്തെ അങ്ങനെയല്ലേ. 2 പോയിന്റ് ആണെങ്കിൽ 2 പൊസിഷൻ മാറിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി. ഇപ്പൊ ഈ പോയിന്റ് നമ്മുടെ ഇവിടുത്തെ പോയിന്റ് എങ്ങോട്ട് വരും? 2 പൊസിഷൻ മാറിയിട്ട് ഇവിടെ വരും. ഇപ്പൊ 1% എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അല്ല 1% അല്ല, സോറി, 1 പോയിന്റ് പൈസ. കുറച്ച് സാധനം കൂടെ ഉണ്ടല്ലോ. 1% അല്ല, 1 പോയിന്റ്. റൗണ്ട് ഒന്നും ചെയ്തേ നിങ്ങൾ, ഞാൻ പറയാതെ റൗണ്ട് ചെയ്ത് പോയി. ഇപ്പൊ അതാ 0.057 ആയിരുന്നു. 0.0157 ആണ്. ഇതിനെ നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് 2 പോയിന്റ് ഇങ്ങോട്ട് മാറിയിട്ട് വന്നു. അപ്പൊ 1.57%. ഓക്കെ, ചാടി കയറി 1% എഴുതരുതേ. 1.57% ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻറ്റു 100 ചെയ്താൽ മതി. ഇനി കുറച്ച് വ്യത്യാസമുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പൊ നമ്മളോട് പറയുന്നത്, ഞാൻ വേറെ കളർ ആക്കട്ടെ. ഇനി അടുത്തത് ഇപ്പൊ നമ്മളോട് പറയുകയാണ്, ഒരു സംഖ്യയുടെ 30% 120 ആയാൽ സംഖ്യ ഏത്? ഇപ്പൊ നമ്മളോട് പറയുകയാണ് ഒരു ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ A% B ആണെങ്കിൽ സംഖ്യ എത്ര എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു സംഖ്യയുടെ A% B ആണ്. ഓക്കെ, ഒരു സംഖ്യയുടെ 30% 120, അതായത് 30% ഈസ് ഈക്വൽ ടു 120. ഒരു സംഖ്യയുടെ A% B ആണെങ്കിൽ സംഖ്യ ഈസ് ഈക്വൽ ടു സംഖ്യ ഈസ് ഈക്വൽ ടു B/A ഇൻറ്റു 100 എന്ന് എടുത്താൽ മതി. സിമ്പിൾ പരിപാടി. B/A ഇൻറ്റു 100. മനസ്സിലായോ? ഒരു സംഖ്യയുടെ A% ഈസ് ഈക്വൽ ടു B ആണെങ്കിൽ, ഒരു സംഖ്യയുടെ A% ഈസ് ഈക്വൽ ടു B ആണെങ്കിൽ സംഖ്യ ഈസ് ഈക്വൽ ടു B/A ഇൻറ്റു 100. A% B ആണ്. അപ്പോൾ സംഖ്യ ഈസ് ഈക്വൽ ടു B/A ഇൻറ്റു 100. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ എത്രയാണ്? ഇതല്ലേ A%. ഇത് B ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഇപ്പൊ X എന്ന് ഞാൻ സംഖ്യയിൽ എടുക്കുക. അപ്പൊ B/A ഇൻറ്റു 100 എന്ന് എഴുതിയാൽ മതി. അപ്പൊ B എത്രയാണ്? B 120/A എത്രയാണ്? 30 ഇൻറ്റു 100. ഓക്കെ, ഒരു 0 പോയി. ഈ 3 4 അല്ലേ. 40 400 കിട്ടും. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി. ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയുടെ
പെർസെൻറ്റേജ് ഒരു സംഖ്യയുടെ പെർസെൻറ്റേജ് ബി ആണെന്ന് നിങ്ങൾക്ക് തരുവാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ബി ബൈ എ ഇൻറ്റു 100 എന്ന് എടുത്താൽ മതി. ഒരു സംഖ്യയുടെ പെർസെൻറ്റേജ് ബി ആണെങ്കിൽ സംഖ്യ സമം ബി ബൈ എ ഇൻറ്റു 100. നമ്മുടെ ക്വസ്റ്റ്യനിൽ 30% ആണ് ഏത് 120. ഓക്കെ, അപ്പോൾ നമ്മളോട് ശരിക്കും കണ്ടുപിടിക്കേണ്ട എത്ര പെർസെൻറ്റേജ് 100% എത്രയാണെന്നാണ് ചോദ്യം. ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 120 ബൈ എന്താണ് 120 ബൈ എ ഇൻറ്റു 100 അല്ലേ? ഇത് നേരെ ഇങ്ങോട്ട് വിട്ടാൽ മതി, ഇത് ഇങ്ങോട്ട് വിടുക അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ സംഭവിക്കുന്നത്. 120 ഇൻറ്റു 100/30. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ആയിട്ട്. ഒരു സംഖ്യയുടെ 20% എത്രയാണ്? 500 ഓക്കെ, അപ്പൊ സംഖ്യ എത്രയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, ഇപ്പൊ 20% 500 സംഖ്യ എത്ര? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? ബി ബൈ എ ഇൻറ്റു 100 അല്ലേ? ഇവിടെ ബി എത്രയാ? പെർസെൻറ്റേജ് ബി ആണെങ്കിൽ സംഖ്യ ഈസ് ഈക്വൽ ടു ബി ബൈ എ ഇൻറ്റു 100 ആണ്. അപ്പൊ എത്രയാ? 20%. ബി എത്രയാ? 500. അപ്പൊ ബി ബൈ എ ഇൻറ്റു 100. അപ്പൊ ബി എത്രയാണ്? 500. എത്രയാ? 20 ഇൻറ്റു 100. കണ്ടോ, വെട്ടി 250 അല്ലേ? 250 10 2500. ഓക്കെ, 2500 എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 25% 2000 ആയ സംഖ്യ എത്ര? അപ്പൊ പെർസെൻറ്റേജ് എത്രയാണ്? ബി ആണ്. ബി ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു ബി ബൈ എ ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഇവിടെ നമ്മുടെ എയുടെ സ്ഥാനത്ത് 25%, ബിയുടെ സ്ഥാനത്ത് 2000. നമ്മുടെ സംഖ്യ എക്സ് ഈസ് ഈക്വൽ ടു 2000/25 ഇൻറ്റു 100. 25ഉം 100 വെട്ടി 4 കിട്ടിയില്ലേ? 25 4 100. അപ്പൊ 4 ഇൻറ്റു 2000 8000. 8000. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 8000. ഓക്കെ, ഓപ്ഷൻ ബി 8000. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു വ്യത്യാസം, ഒരു ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 40%വും 50%വും തമ്മിലുള്ള വ്യത്യാസം 200 ആയാൽ സംഖ്യ എത്ര? ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഒരു സംഖ്യയുടെ നമ്മളിപ്പോ ചെയ്ത പോലത്തെ തന്നെ പാറ്റേൺ ആണ് ഇത്. ഒരു സംഖ്യയുടെ 40%വും 50% തമ്മിലുള്ള വ്യത്യാസം 200 ആണ്. അപ്പൊ എന്ന് പറഞ്ഞാല് നിങ്ങൾ നോക്കിയേ, ഏതൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ് 200? ഒരു സംഖ്യയുടെ 40%വും 40%, അതായത് 50%വും 40%വും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 200. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞത് 50ന്റെ 40 തമ്മിലുള്ള വ്യത്യാസമല്ല. അപ്പൊ 50% മൈനസ് 40% സമം 200. അത്രേ ഉള്ളൂ. ഒരു സംഖ്യയുടെ 50%വും 40% തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 200. 50 മൈനസ് 40 എത്രയാ? 10%. അപ്പൊ നിങ്ങളുടെ സംഖ്യ എത്ര ശതമാനം നിങ്ങളുടെ തന്നിരിക്കുന്നത്? 10% 200 തന്നിരിക്കുന്നത്. മനസ്സിലായോ? 10% 200. എന്താ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ? ഒരു സംഖ്യയുടെ 50%വും 40% തമ്മിലുള്ള വ്യത്യാസം 200 ആയാൽ സംഖ്യ എത്ര? 50% 40% തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എത്ര ശതമാനമാണ് സംഖ്യയുടെ? 10%. ഇപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ഫോർമാറ്റ് ആയില്ലേ? A% ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ ബി ബൈ എ ഇൻറ്റു 100 ആയിരിക്കുന്നില്ലേ സംഖ്യ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ബി എത്ര ഇവിടെ? 200. എത്രയാ? 10 ഇൻറ്റു 100. ഒരു പൂജ്യം പോയി. അപ്പൊ എത്രയാണ് നമ്മുടെ സംഖ്യ? 2000 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സംഖ്യ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2000. ഇതിന്റെ ആൻസർ 2000. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സാധനം ഇതിനെ നമ്മളൊരു ഇക്വേഷനിലേക്ക് മാറ്റി. 40% 50% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 50 മൈനസ് 40. 50 മൈനസ് 40 എത്രയാണ്? 10 ആണ്. 10% നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 200. 10% 200 ആണെങ്കിൽ, ഒരു സംഖ്യയുടെ 10% 200 ആണെങ്കിൽ സംഖ്യ എത്രയാണ്? അറിയാലോ, പെർസെൻറ്റേജ്. ഒരു സംഖ്യയുടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം ബി ആണെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ബി ബൈ എ ഇൻറ്റു 100. അപ്പൊ 10% 200 ആണെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 200/10 ഇൻറ്റു 100. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 30%വും 40% തമ്മിലുള്ള വ്യത്യാസം 250 ആണ്. 30%, 40%. നമ്മൾ 40% മൈനസ് 30% സമം 250 അല്ലെ? 40 മൈനസ് 30 എത്രയാ? 10%. 10% ഈസ് ഈക്വൽ ടു 250. A% ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ബി ബൈ എ ഇൻറ്റു 100 ആണ്.
അപ്പൊ നമുക്ക് ബി എത്രയാ? 250/10 × 100. ഒരു പൂജ്യം പോയി. അപ്പൊ 250 2500. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദാ. ഒരു സംഖ്യയുടെ 70% 90% തമ്മിലുള്ള വ്യത്യാസം 400 ആണ്. ഓക്കെ, അപ്പൊ 70% 90%. അപ്പൊ 90% മൈനസ് 70% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400. 90 മൈനസ് 70 എത്രയാ? 20%. അത് എത്രയാണ്? 400 ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു സംഖ്യയുടെ A% B ആണെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞാല് B/A × 100. അപ്പൊ നമ്മുടെ ഇവിടെ എത്രയാണ് A% 20? എത്രയാണ് B? 400. അപ്പൊ 400/20 × 100. ഒരു പൂജ്യം പോയി. ഈ 2 ഇവിടെ 200. 210 2000. ഓക്കെ, ആൻസർ ഉണ്ടോ നമുക്ക്? 2000. ബി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 2000. ഓക്കെ, അടുത്തത് നമുക്ക് ചെയ്തേ. ഓക്കെ. ആ ഇപ്പൊ 7% 90 വ്യത്യാസം 400. ഓക്കെ, അടുത്ത പാറ്റേൺ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.